ഒരു ബോൾ ഒരാൾ കിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ മസിലുകൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രോപ്പർ കിക്ക് എടുക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന മെക്കാനിസം ടെക്നിക്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സ്പീഡിലോ അല്ലെങ്കിൽ കുറച്ച് ആക്യുറസിയിലോ കിക്ക് എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഈ ഫുട്ബോളിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസും ഹെൽത്തും ഒക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ. ലാമിൻ യമാലിലേക്ക് വരികയാണെങ്കിൽ 4 കാര്യങ്ങളാണ് അദ്ദേഹം ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിലൊന്ന് ഹൈപ്പർട്രഫി എന്ന് പറഞ്ഞാൽ അല്ലെ മസിൽ ഉണ്ടാക്കേണ്ടതാണ്, വലുതാക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രെങ്ത് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ കൂടുതൽ ഭാരം എടുക്കുക, അത് കുറഞ്ഞ റെപ്പറ്റീഷനിൽ ചെയ്യും. എന്നാൽ ഇത് രണ്ടും ഉണ്ടാക്കുന്നതിനോട് കൂടെ തന്നെ ചെയ്യേണ്ട വേറെ എക്സസൈസ് ആണ് പവർ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം ക്വിക്കായിട്ടുള്ള ആക്സലറേഷൻ വേണ്ടി വരും, ജമ്പ് ചെയ്യേണ്ടി വരും അല്ലെ. ആ സമയത്ത് നമ്മുടെ ഓപ്പണന്റിനേക്കാൾ വേഗത്തിൽ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് കളിക്കളത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും. അപ്പോൾ അതും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസുകളാണ് ഉള്ളത്. നല്ലൊരു ട്രെയിനറുടെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ട്രെച്ച് നിങ്ങൾക്കറിയില്ല, സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വലിച്ച് പിടിക്കലാണ് സ്ട്രെച്ച് ചെയ്യുക. പല രീതിയിലുള്ള സ്ട്രെച്ചുകൾ ഉണ്ട്. ഈ ട്രെയിനിങ്ങിന് ശേഷമുള്ള റിക്കവറിക്കൊക്കെ ഈ സ്ട്രെച്ചുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക.